എൻ്റെ യാത്ര ടീമിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എറണാകുളത്തിൻ്റെ തൊട്ടടുത്തുള്ള പൂത്തോട്ടയിലെ മത്സ്യഫെഡിൻ്റെ എക്കോ ടൂറിസം സെൻറ്ററിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാവാം ഇന്നത്തെ എപ്പിസോഡിൽ. എറണാകുളത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നേരെ പൂത്തോട്ടയ്ക്ക് വരിക. പൂത്തോട്ടയിൽ നിന്ന് നേരെ ഏകദേശം ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ എത്തുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട്. അവിടെ വലിയൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മത്സ്യഫെഡിൻ്റെതെന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററും കൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവരുടെ ഈ ഗേറ്റും കാര്യങ്ങളെല്ലാം കാണാം. അവിടെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഇറങ്ങി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് വണ്ടിക്ക് പോവാം. ഇവിടുത്തെ ഒരാൾക്കുള്ള എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 175 രൂപയാണ്. ഇപ്പം നമുക്ക് ഉച്ചയ്ക്കത്തെ മേൽക്കാടെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കൂടെ കിട്ടും. ഇത് ഒരു 125 രൂപയാണ്. അങ്ങനെ ഒരാൾക്ക് 300 രൂപയാണ്. എക്സ്ട്രാ GST കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. വേറെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് പിന്നെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. എന്നാലും നമ്മൾ ബേസിക് ശ്രദ്ധിച്ചാൽ മതി. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനായാലും അങ്ങനെയെല്ലാം. നമുക്കൊരു വാച്ച് ടവർ ഉണ്ട് ഇവിടെ. 2-3 നില പൊക്കമുണ്ട്. നമുക്ക് കയറി നോക്കിയാലോ. 1-2 ഉണ്ട് ഇവിടെ. നമുക്ക് ഇതിലൊന്ന് കയറി നോക്കാം. കിടിലൻ വ്യൂ അല്ലേ. വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ഈ വാച്ച് ടവറിൽ കയറണം. കാരണം നല്ലൊരു വ്യൂ ആണ്. ഒരു ഏരിയൽ വ്യൂ കിട്ടും. കംപ്ലീറ്റ് എൻ്റെ ലാൻഡ്സ്കേപ്പ് കിട്ടും എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള. ഇവിടെ ഫുൾ നാനാഭാഗത്തും വെള്ളമാണ്. നമ്മൾ ഈ നടക്കുന്ന ഒരു വാക്ക് വേ മാത്രമേ ഉള്ളൂ. മഴക്കാലത്തും ഫാമിലിയായിട്ട് വരാൻ ഭയങ്കര സേഫായ സ്ഥലം തന്നെയാണ്. വെള്ളത്തിന് ചുറ്റുവട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ മഴക്കാലത്ത് വരാൻ പറ്റുമോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സേഫായി തന്നെ വരാം. നിങ്ങൾക്കൊരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാം ഫാമിലിയൊക്കെ ആയിട്ട്. നല്ലൊരു സ്ഥലം തന്നെയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കായലിൻ്റെ നടുവിലാണെന്ന് എല്ലാവർക്കും തോന്നും. പക്ഷേ ഇത് പണ്ട് പൊക്കാളിപ്പാടങ്ങളായിരുന്നു. നെൽകൃഷി തീർന്നതോടെ പിന്നീട് ഇതൊരു ചെമ്മീൻകെട്ടായിട്ട് മാറിയതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാൻമെയ്ഡ് സ്ട്രക്ചറാണ്. ഉച്ച ആയതുകൊണ്ടാണ് തോന്നുന്നു മീനെ കാണുന്നില്ല. പക്ഷെ അപ്പുറമൊക്കെ ഞങ്ങൾ നോക്കി മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഫുൾ മീനുകളാണ്. ഇത് ഇവർ വളർത്തുന്ന തിലാപ്പികളാണ്. ഇവിടുന്ന് തന്നെ പിടിച്ചിട്ട് ഇവിടുന്ന് തന്നെ ഇവർ കച്ചവടം ചെയ്യാറുണ്ട്. പുറത്തുള്ളവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പെഡൽ ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഇത് നമ്മുടെ ആ പാക്കേജിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് ഈ ഇത്ര ഏരിയ ഈ കുറ്റി നാട്ടി വെച്ചിട്ടുണ്ട്. അത്ര ഏരിയയിലാണ് നമ്മൾ പെർമിറ്റഡ് ആയിട്ടുള്ളത്. അവിടെ ആഴം കുറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്തായാലും നല്ല പാടായിരിക്കും ചവിട്ടൽ. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ചവിട്ടല്ലേ? നമ്മളങ്ങനെ 2 ചൂണ്ട വാങ്ങിച്ചിട്ടുണ്ട്. ചൂണ്ടയെന്നല്ല, ഒരു കമ്പൽ ഇതെല്ലാം കുത്തി നമുക്ക് ഇച്ചിരി തീറ്റയും തരും. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. ഇന്ന് എന്തായാലും മീൻ പിടിച്ചിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ. മീനെ കിട്ടിയില്ലെന്ന് വീട്ടിൽ പോകുന്നില്ല. അതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരു മീൻ പോയിട്ടൊരു കുന്തം കിട്ടിയില്ല. ഈ പ്രാവശ്യം മീൻ കിട്ടിയില്ല, വീട്ടിൽ പോകുന്നില്ല. കിട്ടിയോ? ഇപ്പൊ ഇത് നോക്കിയോട്ടോ, എന്തോ കൊത്തിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി നടന്നു. ഇന്ന് നമ്മുടെ കാരുണ്യപ്രവൃത്തി ഇവിടെയാണ്. ഇവിടുത്തെ മീനുകൾക്ക് തീറ്റ കൊടുക്കുക. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവുക. ഇത് സംഭവം കുടുങ്ങി. എനിക്ക് തിമിംഗലം തോന്നുന്നു. ഒരാടാ തീരെ ചെറിയ മീൻ. അതിനെ ഊരിയേ അതിൻ്റെ തന്നെ ഇട്ടാരാ. പിന്നെ കാണിക്കാൻ എന്തോരം വളർച്ചയുള്ള. അടുത്ത തവണ വരുമ്പോൾ വലുതായിരിക്കുമ്പോൾ ഒന്ന് പിടിക്കാം. ഇപ്പം എല്ലാവരും പ്രതീക്ഷിക്കും മീനൊന്നും കിട്ടിയിട്ടില്ലെന്ന്. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കാറ്. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചോണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം 3 മീനെ കിട്ടിയിരിക്കുകയാണ്. 2 കരിമീനും ഒരു ചൂവാലി. ചുമ്മാ വെറുതെ ആകെ ഒറ്റ മീനെ ഞങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അത് ഇത്ര 1 മണിക്കൂർ ചൂണ്ടിയിട്ട് 1 മീനിനെ കിട്ടി. ഇത് വിമല് വീട്ടിൽ പോകാൻ വേണ്ടി മീൻ കിട്ടിയാലേ വീട്ടിൽ പോകുള്ളൂ നേരത്തെ ശബ്ദം എടുത്തുകൊണ്ട് ചെറിയൊരു കൊച്ചു ചൂണ്ടിയിട്ട് പിടിച്ച മീൻ തട്ടിപ്പറിച്ച് വന്നേക്കും അവിടത്തേക്ക്. ചുമ്മാ പറയാം, ശ്രീരായിട്ട് തട്ടിപ്പറിച്ച. അങ്ങനെ 1 മണിക്കൂറത്തെ ചുണ്ടടിയിൽ അഭ്യാസത്തിന് ശേഷം ഞങ്ങൾ അതൊക്കെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമുക്ക് 12 മണി തൊട്ട് 2:30 വരെയാണ് ഇവിടെ ഊണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പാസ് എടുത്തപ്പോൾ തന്നെ നമുക്കൊരു ലഞ്ചിൻ്റെ പാസും കൂടെ കിട്ടി. ആ പാസ് കൂടെ കൊടുക്കണം, എന്നാലേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. നമുക്കെന്നാൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഒരു തോരനും ഒരു ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും അച്ചാറും പപ്പടവും ഉണ്ട്. ഒഴിച്ചു കൂട്ടാൻ നമുക്ക് മോരുകറിയുണ്ട്, സാമ്പാറും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഊണല്ലേ. സ്പെഷ്യൽ പറയാണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പറയാം. നേരത്തെ പറഞ്ഞിട്ട് പോകണമെങ്കിൽ അവർ ഉണ്ടാക്കി വെക്കും. വിമല് പിടിച്ച മീൻ്റെ അത്ര വരില്ലെങ്കിലും അത്യാവശ്യം വലിയ മീൻ തന്നെ. ഞാൻ പിടിച്ചത് തിമിംഗലം അല്ലേ. അങ്ങനെ എൻ്റെ യാത്രകൾ ടീമിൻ്റെ പൂത്തോട്ട മത്സ്യഫെഡ് എക്കോ ടൂറിസത്തിലെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ
വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സ്ഥലത്ത് പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ഫ്രം ടീം എൻ്റെ യാത്രകൾ.